ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്റർനെറ്റ് ജോലികളെ പറ്റിയാണ്. അതായത് ഓൺലൈൻ ജോലികളെ പറ്റി. ഇന്ന് ഇന്റർനെറ്റിന്റെ ഉപയോഗം വളരെ വ്യാപകമായതോടുകൂടി ധാരാളം ഇന്റർനെറ്റ് പരസ്യങ്ങളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഓൺലൈൻ ജോലികളെ കുറിച്ചുള്ളത്. അപ്പോൾ ഈ പരസ്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു സംശയമുണ്ടാകും. ഈ പരസ്യങ്ങളെല്ലാം, അതായത് ഈ ജോലിയെ പറ്റിയുള്ള പരസ്യങ്ങളെല്ലാം വാസ്തവത്തിൽ ഉള്ളതാണോ? ഇതിനുള്ള മറുപടിയായി ഇന്റർനെറ്റിൽ ശരിക്കുള്ള ജോലികൾ ധാരാളമുണ്ട്. അതായത് എല്ലാ പരസ്യങ്ങളും തട്ടിപ്പുകളല്ല. പക്ഷെ ശരിക്കുള്ള ജോലികളെക്കാൾ ജോലി തട്ടിപ്പുകൾ കൂടുതലുണ്ടെന്നുള്ളതാണ് ഒരു വാസ്തവം. അതായത് നമ്മളൊരു 42 പരസ്യങ്ങൾ കാണുമ്പോൾ അതിൽ ശരിക്കും ഒരെണ്ണം മാത്രമായിരിക്കും ശരിയായിട്ടുള്ള ജോലി. മറ്റുള്ളതെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള ജോലി തട്ടിപ്പുകൾ ആയിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് പോലെ തന്നെ ആയിരിക്കും ഇന്റർനെറ്റ് ജോലിക്കും നമ്മൾ സ്വീകരിക്കേണ്ടത്. അതായത് നമുക്കൊരു ജോലി ചെയ്യാനുള്ള ഒരു കഴിവും ചെയ്യാനുള്ള പരിചയവും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് അയക്കുന്നു. അത് നമ്മുടെ എംപ്ലോയർ അത് സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് ഒന്നുകിൽ നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം സ്ക്രീൻ ചെയ്ത് ഇന്റർവ്യൂവിന് വിളിക്കുന്നു. ഇത് സാധാരണയായി ഉള്ള മറ്റൊരു അബദ്ധ ധാരണ, ഇന്റർനെറ്റ് ജോലികൾ ചെയ്ത് വളരെ പെട്ടെന്ന് നമുക്ക് ധാരാളം പൈസ ഉണ്ടാക്കാമെന്നുള്ളതാണ്. ഇത് ശരിക്കും ഒരു മിഥ്യാധാരണയാണ്. ഇന്റർനെറ്റിൽ നിന്നും പൈസ ഉണ്ടാക്കാം, അല്ല ഇന്റർനെറ്റ് ജോലികൾ സത്യമാണെന്നുള്ളത് ഒരു വാസ്തവമാണ്. പക്ഷെ ഇന്റർനെറ്റിൽ നിന്നും ജോലി ചെയ്ത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പൈസ സമ്പാദിക്കാം എന്നുള്ള ധാരണ വളരെ അടിസ്ഥാനരഹിതമാണ്. മിക്കവാറും നാം കാണുന്ന പരസ്യങ്ങളെല്ലാം, അതായത് ഓൺലൈൻ പെയ്ഡ് സർവീസ്, ടൈപ്പിംഗ് അറ്റ് ഹോം, വർക്ക് ഫ്രം ഹോം, ആഡ് പോസ്റ്റിംഗ്, ഇതെല്ലാം വലിയ തട്ടിപ്പുകളായിരിക്കും. നമ്മുടെ പൈസ തട്ടിയെടുക്കുന്ന ചതിക്കുഴികൾ. വലിയ പരസ്യ വാഗ്ദാനങ്ങൾ അവർ തരും. അതായത് വീട്ടിലിരുന്ന് ആയിരങ്ങൾ സമ്പാദിക്കുക, അല്ലെങ്കിൽ 10,000 സമ്പാദിക്കുക. പ്രത്യേകിച്ച് ഒരു യോഗ്യതയും ആവശ്യമില്ല. വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ലളിതമായ ജോലി, ദിവസത്തിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ മാത്രം ജോലി ചെയ്ത് കൈ നിറയെ സമ്പാദിക്കുക. സ്വന്തമായി കമ്പ്യൂട്ടറോ ഇന്റർനെറ്റോ ഒന്നും ആവശ്യമില്ല. ഇന്റർനെറ്റ് കഫേയിൽ ഇരുന്ന് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഈ പരസ്യമൊക്കെ കാണുമ്പോൾ നമ്മൾ വളരെ സന്തോഷവാന്മാരായി തീരും. അപ്പൊ അവര് പറയുന്നത് സത്യമാണ്, ധാരാളം പണം സമ്പാദിക്കാം. പക്ഷെ അത് നമ്മളായിരിക്കില്ല, ആ പരസ്യങ്ങൾ തരുന്ന ആളുകളായിരിക്കും സമ്പാദിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്നും പൈസ തട്ടിയെടുത്ത് അവർ ആയിരങ്ങൾ അല്ലെ 10,000 സമ്പാദിക്കും. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ അവസരത്തില്, ഒരു എംപ്ലോയറും ഒരിക്കലും ഒരു ജോലിക്കാരിൽ നിന്നും ജോലി ചെയ്യിക്കുന്നതിനോ അയാൾക്ക് ജോലി കൊടുക്കുന്നതിനോ വേണ്ടി പൈസ സ്വീകരിക്കാറില്ല, പൈസ ഒരിക്കലും വാങ്ങിക്കാറില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു എംപ്ലോയർ ഒരു ജോലിക്കാരിൽ നിന്നും പൈസ ഡിമാൻഡ് ചെയ്താൽ അത് തീർച്ചയായും ഒരു തട്ടിപ്പായിരിക്കും, യാതൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെ വലിയ തുകകൾ രജിസ്ട്രേഷൻ ഫീസ് ആവശ്യപ്പെടുന്ന പ്ലേസ്മെന്റ് കമ്പനികളെയും ഒഴിവാക്കുക. ചില സമയത്ത് അവർ പറയും നിങ്ങളുടെ മണി, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മണി അവര് റീഫണ്ട് ചെയ്യുമെന്നൊക്കെ. എന്നാൽ തന്നെ അതിനുള്ള വിശ്വാസ്യത വളരെ കുറവാണ്. അങ്ങനെയുള്ള ഓൺലൈൻ പ്ലേസ്മെന്റ് കമ്പനികളിൽ നിന്നും രജിസ്ട്രേഷൻ, വലിയ തുക കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്യാതിരിക്കുന്നതാണ് മിച്ചം. അതുപോലെ തന്നെ ഇന്റർനെറ്റ് ജോബിൽ ഒരിക്കലും ക്രെഡിറ്റ് കാർഡിന്റെയോ നമ്മുടെ ബാങ്ക് അക്കൗണ്ട്സിന്റെയോ ഡീറ്റെയിൽസുകളൊന്നും കൊടുക്കാതിരിക്കുക. എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു യോഗ്യതയും പരിചയവും ആവശ്യമില്ലാത്ത വളരെ ഉയർന്ന ശമ്പളമുള്ള ജോലികളൊന്നും നിയമപരമായി ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളതാണ്. ആരെങ്കിലും ഓൺലൈനായി പൈസ സമ്പാദിക്കാൻ താങ്കളെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് താങ്കളിൽ നിന്ന് പൈസ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതും ഒരു തട്ടിപ്പായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ ഈ ജോലി തട്ടിപ്പുകൾ ഒഴിവാക്കാം. ഇതിന്റെ അടുത്ത ഭാഗം ഞങ്ങൾ ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.